ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ചട്നീന് തയ്യാറാക്കാൻ പോകണം. ക്യാരറ്റ് ഉപയോഗിച്ചിട്ടൊരു ഓറഞ്ച് ചട്നി. അപ്പോൾ അതിലേക്ക് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉള്ളി, ചെറിയ ഉള്ളി ഇതൊരു 8 എണ്ണം ഉണ്ട്, പിന്നെ കുറച്ച് നാളികേരം, ഇതൊരു നാളികേരത്തിൻ്റെ പകുതി ആണ്, പിന്നെ കുറച്ച് കറിവേപ്പിലുണ്ട്, ഉപ്പ്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഇത് വാളൻപുളിന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ. അത് പുളി നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതലിടാം, കുറവുള്ളവർക്ക് കുറവിടാം. പിന്നെ ഞാൻ കുറച്ച് മുളകൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഒരു 6 മുളക് വലുതും ചെറുതായിട്ടുണ്ട്. ഇത് നമ്മുടെ കാശ്മീരി മുളകാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കിയാൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ചൂടാക്കിയത്. അപ്പോൾ അത് ചൂടാക്കിയിട്ട് നമുക്ക് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം. വെള്ളം ആവശ്യം വരില്ല, ഉള്ളിയും നാളികേരം ഇതൊക്കെയുള്ള കാരണം കുറച്ചിങ്ങനെ വെറ്റായിട്ടിരിക്കും. ഇത് ഡ്രൈ ചട്നി അല്ല, വെറ്റായിട്ടുള്ളത് തന്നെയാണ്. അഥവാ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഉപയോഗിക്കാം നമുക്ക്, അഥവാ അരഞ്ഞിട്ടില്ലെങ്കിൽ തരി തരിയായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അരച്ചിട്ട് വരാം. അപ്പം ഞാനത് അരച്ചിട്ടുണ്ട്, 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ഒഴിക്കാം കുറച്ച് വെള്ളം. ചിലപ്പോൾ കുറച്ച് എന്താ പറയുക, ഉള്ളിക്കൊന്നും അധികം ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കടുക് ഇടുക. ഒരു 1/4 ടീസ്പൂൺ മതി കടുക് പൊട്ടിക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില ഗ്യാസ് ഓഫ് ചെയ്യുക, അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ചട്നി തയ്യാറായി. ക്യാരറ്റിൻ്റെ മധുരവും പുളിയും നാളികേരവും എല്ലാം, ഇഞ്ചിയുടെ ടേസ്റ്റ് എല്ലാം കൂടെ നല്ലൊരു ടേസ്റ്റുള്ളൊരു ചട്നീന്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഇനി വെള്ളം കൂടുതൽ വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജാറ് കഴുകിയിട്ടൊക്കെ കുറച്ച് വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതിൽ. അപ്പോൾ അത് 3-4 ദിവസം ഇരിക്കും ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിൽ, എന്നൊക്കെ ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് വെക്കാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എന്നെ പ്രൊമോട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.